എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയായിരുന്നു. പക്ഷെ ഞാനിവിടെ കണ്ടപ്പോൾ അത് കൃത്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. വിമലിൻ്റെ ആദ്യത്തെ സ്മരണ, ആദ്യത്തെ വാർഷികം തന്നെ ആയിരിക്കണം അത്. കോഴിക്കോട് നളന്തയിലായിരിക്കണം എന്നാണ് എൻ്റെ ഓർമ്മ. നളന്തയിൽ അല്ലേ? ആനന്ദായിരുന്നു അതിൻ്റെ ഉദ്ഘാടനമോ അതോ അദ്ദേഹത്തിൻ്റെ ഒരു ഛായാചിത്രം പ്രകാശനമോ എന്തോ ഉണ്ടായിരുന്നു അന്ന് ഞാനും ഉണ്ട് വേദിയിൽ. ഈ ഗ്രാമം കൂട്ടായ്മ എന്ന് ഞാൻ പറയും, സുഹൃത്തുക്കളെല്ലാം കൂടി ഉണ്ടാക്കിയെടുത്ത വിമലിൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ഗ്രാമം തന്നെയാണ്, കലാഗ്രാമം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എനിക്ക് അറിയാം. അന്ന് ആനന്ദ് എനിക്ക് തോന്നുന്നു ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു പ്രകാശനം, സുവനീറോ എന്തോ ഉണ്ടായിരുന്നോ എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് എന്നെയും കൂടി അമ്പരപ്പിച്ചുകൊണ്ട് സംഭവിച്ച ഒന്ന്, തിങ്ങി നിറഞ്ഞിരിക്കുന്ന സദസ്സാണ്. ആ സദസ്സിൻ്റെ പിറകിലെ വരികളിലുള്ള യുവാക്കൾ പെട്ടെന്ന് എണീറ്റ് നിന്നിട്ട് വിമലിന് വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഒന്നുണ്ടായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് ഞാനൊക്കെ ഒന്ന് അമ്പരന്നു. കാരണം ധാരാളം യുവാക്കളുണ്ട്, അവർ ഒന്നിച്ചാണ് ഈ അഭിവാദ്യം അർപ്പിച്ചത്. അതിൻ്റെ ഒരു ശബ്ദവും മുഴക്കവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ആനന്ദിൻ്റെ മുഖത്തേക്ക് നോക്കി. ആനന്ദ് വളരെ സൗമ്യനായ ഒരു എഴുത്തുകാരൻ, അധികമൊന്നും സംസാരിക്കാത്ത ഒരു എഴുത്തുകാരൻ. ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ മുഖത്തും ഒരു അസ്വസ്ഥതയാണ്. ഞാനത് ഒന്ന് കുറച്ച് പറയല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്തും ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് സംസാരിച്ചപ്പോഴും അദ്ദേഹം അതിനെ ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. എങ്ങനെയല്ല നിങ്ങൾ വിമലിൻ്റെ സ്മരണ നിലനിർത്തേണ്ടത്, അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് വാചകം ഓർമ്മയില്ല. ഒരു പക്ഷേ ആനന്ദ് എന്നൊരു എഴുത്തുകാരനെ അസ്വസ്ഥമാക്കിയത് എന്താണ് എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു. ആൾക്കൂട്ടം എഴുതിയ ആളാണ് ആനന്ദ്. തീർച്ചയായിട്ടും ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയെ വിമൽ നാടകമാക്കിയിട്ടുണ്ട്. മനോജ് നാരായണനൊക്കെ സംവിധാനം ചെയ്ത് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയായിരിക്കാം ആദ്യത്തെ അനുസ്മരണത്തിന് അദ്ദേഹം വന്നിട്ടുണ്ടാവുക. പക്ഷേ ആനന്ദിനെ ആൾക്കൂട്ടത്തിൻ്റെ രചയിതാവ് എന്നുള്ള രീതിയിലാണ് ഒരുപക്ഷെ നമ്മളൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ ഒരേപോലെ മുദ്രാവാക്യം മുഴക്കുകയും ഒരേപോലെ ചിന്തകളില്ലാതെ മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്ന മുഖമില്ലാത്തൊരു മനുഷ്യക്കൂട്ടത്തെയാണ് നമ്മൾ ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ആൾക്കൂട്ടത്തിന് തന്നെ വേറൊരു മുഖവും കൂടി ഉണ്ട് എന്ന് അതേ നോവലിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ട്രേഡ് യൂണിയൻ ആളുകൾ അവരെല്ലാം കൂടിയിട്ട്, തൊഴിലാളികൾ എല്ലാം കൂടി മുതലാളിയുടെ അന്യായങ്ങൾക്കെതിരായിട്ട് അവർ ഒന്നിക്കുന്നുണ്ട്. അതിനെയും വേണമെങ്കിൽ നമുക്ക് ആൾക്കൂട്ടം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഞാനതിനെ കൂട്ടായ്മ എന്ന് വിളിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ആനന്ദിൻ്റെ മുഖത്തുണ്ടായ ആ അസ്വസ്ഥത ഇപ്പോൾ ആനന്ദ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആനന്ദിന് മനസ്സിലാവും. ആ ആൾക്കൂട്ടം എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചത് എങ്ങനെയാണ് ഒരു കൂട്ടായ്മ, വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് മാറി ഇത്രയും കാര്യങ്ങൾ സാധ്യമാക്കി എടുത്തത് എന്ന്. ആൾക്കൂട്ടം എന്ന് പറയുന്നത് വേറെയാണ്. അത് വളരെ ഡേഞ്ചറസ് ആവാം ചിലപ്പോൾ. അത് വളരെ നമുക്കറിയാം, ആൾക്കാരെ തല്ലിക്കൊല്ലുന്ന ആൾക്കൂട്ടത്തെ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് മുഖമില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് വാസ്തവത്തിൽ ആനന്ദിനെ പോലുള്ള ഒരാൾക്ക് അന്നൊരു അസ്വസ്ഥത തോന്നിയത് എന്ന് ഞാനിപ്പോൾ ഓർമ്മിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ആനന്ദിൻ്റെ എല്ലാ നോവലുകളും, ആനന്ദിനെ പറ്റി കൂടി ഞാനൊന്ന് പറയുകയാണ്. ആനന്ദിൻ്റെ നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ സമൂഹ മനസ്സ് ഒരു ആൾക്കൂട്ടമായിട്ട് പരിണമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ആനന്ദ്. ഇപ്പോൾ സച്ചിമാഷ് പലതും രാഷ്ട്രീയത്തിനെ പറ്റിയും ഒക്കെ പറഞ്ഞു, രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു, അവരുടെ മനുഷ്യവിരുദ്ധമായ നയങ്ങളെപ്പറ്റി പറഞ്ഞു. പക്ഷെ നമുക്കെന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇന്ത്യൻ സമൂഹ മനസ്സിന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവത്തിൽ ആനന്ദ് ചിന്തിച്ചിരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും വിമലിന് അത്രയും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു വിമൽ. നല്ല വായനക്കാരനായിരുന്നു, കവിയായിരുന്നു, നാടകകൃത്തായിരുന്നു. അപ്പം അദ്ദേഹം ആനന്ദിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആനന്ദിൻ്റെ നോവലുകളെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇന്ത്യൻ സമൂഹ മനസ്സിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്
എന്താണ് മുഖം